ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചു. ഗതാഗത മന്ത്രി ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുമായി ഇന്നലെ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ടെസ്റ്റുമായി സഹകരിക്കാൻ സംയുക്ത സമരസമിതി തീരുമാനിച്ചത്. സെർവർ തകരാറിനെ തുടർന്ന് കൊച്ചിയിലും കോഴിക്കോടും ഡ്രൈവിംഗ് ടെസ്റ്റ് വൈകുകയാണ്. അഖിൽ ഷാ അൻസാർ, വിനീത വി ജി, രാഹുൽ സുരേഷ് എന്നിവരാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം അഖിൽ ഷാ അൻസാറിലേക്ക്. അഖിൽ ഷാ, എന്താണ് തിരുവനന്തപുരത്തെ സാഹചര്യം? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമരമായിരുന്നു തടസ്സമെങ്കിൽ ഇപ്പോൾ ഈ പോർട്ടലിന്റെ പണിമുടക്കാണോ തലവേദനയായിരിക്കുന്നത്? വേണു, തിരുവനന്തപുരത്ത് നിലവിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടില്ല. നിലവിൽ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തുന്നവർ ടെസ്റ്റ് നടത്തി മടങ്ങുന്നുണ്ട്. ഈ മുട്ടത്തറയിൽ നിന്ന് 40 പേർക്കാണ് സ്ലോട്ട് നൽകിയിരുന്നത്. എന്നാൽ ഈ 40 പേരും എത്തിയിട്ടില്ല. ഏതാണ്ട് 10ഓളം ആളുകളാണ് നിലവിൽ ടെസ്റ്റ് നടത്താനായി എത്തിയത്. നാളെയോടുകൂടി ഈ ഡ്രൈവിംഗ് സ്കൂളുകളും കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഈ ടെസ്റ്റുകൾ നടത്തുന്നതിൽ സജീവമാകും. നാളെയാകും ഇതൊരു പൂർണ്ണ സ്ഥിതിയിലാവുക എന്നുള്ളതാണ് ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ സംഘടനകളും ഉൾപ്പെടെ അറിയിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ ഇന്നലെ ഗതാഗത മന്ത്രിയുമായി ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ ടെസ്റ്റിനോട് സഹകരിക്കാനുള്ള ഒരു തീരുമാനം സംയുക്ത സമരസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇന്നലത്തെ ചർച്ചയിലുണ്ടായി. അതായത് ഈ 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ പാടില്ല എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സർക്കുലർ പറഞ്ഞത്. അതൊരു 18 വർഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന MIT ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. ഈ കാറുകളിൽ ഡാഷ്ബോർഡ് ക്യാമറകൾ സ്ഥാപിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മന്ത്രി ഉറച്ചു നിന്നു. മറ്റൊന്ന് ഈ ഗ്രൗണ്ടുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ ഇനിയും ചില നിർദ്ദേശങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ആ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നവീകരണമായിരിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമനിർമ്മാണമായിരിക്കും നടത്തുക എന്നുള്ളതാണ് ഇന്നലെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ 24നോട് പ്രതികരിച്ചത്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. നാളെയോടുകൂടിയാകും ഇത് പൂർണ്ണമായി സജീവമാവുക. ശരി, തിരുവനന്തപുരത്ത് ടെസ്റ്റുകൾ പുരോഗമിക്കുന്നു. എന്നാൽ കൊച്ചിയിലും കോഴിക്കോടും തടസ്സങ്ങളുണ്ട്. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ ചേരുന്നു വിവരങ്ങളുമായി. ശ്യാമ, എന്താണ് കൊച്ചിയിൽ ഇപ്പോഴത്തെ സാഹചര്യം? വേണു, ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് സൈറ്റിന്റെ പണിമുടക്കാണ് കൊച്ചിയിൽ ഇന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. 18 പേരെയാണ് ടെസ്റ്റിന് വേണ്ടി ഇന്ന് ലിസ്റ്റ് ചെയ്തിരുന്നത്. അതിൽ 6 പേർക്ക് മാത്രമാണ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിച്ചത്. ടെസ്റ്റ് ഈ സൈറ്റ് സാരഥി എന്ന് പറയുന്ന ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന സൈറ്റ് പണിമുടക്കിയത് മൂലം മറ്റുള്ളവർക്ക് ഇന്ന് ഉച്ചയ്ക്ക് 11:30 വരെ ഈ ടെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു. നിരവധി പേരാണ് ഈ ടെസ്റ്റിന് പങ്കെടുക്കുന്നതിന് വേണ്ടി രാവിലെ മുതൽ എത്തിയത്. കഴിഞ്ഞ കുറച്ച് നാളായി ഈ സമരത്തെ തുടർന്ന് ഒരുപാട് പേരുടെ അവസരങ്ങൾ പോയിരുന്നു. അവർ ഉൾപ്പെടെയുള്ളവർ എന്നാണ് ഇനി തങ്ങൾക്ക് അവസരം ലഭിക്കുക എന്നറിയുന്നതിന് വേണ്ടി എത്തിയിരുന്നു. അതിനിടയിലാണ് ഇന്ന് ഈ ടെസ്റ്റുകൾ പുനരാരംഭിച്ചപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ സൈറ്റ് പണിമുടക്കിയത് മൂലം 6 പേരിലേക്ക് മാത്രമായി ടെസ്റ്റ് ഒതുങ്ങിയത്. ബാക്കിയുള്ളവർക്ക് ഇന്ന് ടെസ്റ്റ് നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. വേണു, ശരി. രാഹുൽ സുരേഷ് കോഴിക്കോടും ചേരുന്നു. രാഹുൽ, കോഴിക്കോടും ഈ പോർട്ടൽ പണിമുടക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണോ? എന്താണ് സാഹചര്യം? വേണു, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ചേവായൂരിലെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലാണ്. ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ടെസ്റ്റും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. സംസ്ഥാനത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം ബാധിച്ചത് കോഴിക്കോട് തന്നെയായിരിക്കും. സാധാരണ കണക്കുകൾ പ്രകാരം 40 പേരാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടത്. 80ഓളം ആളുകളാണ് ലേണേഴ്സ് ടെസ്റ്റിന്റെ ഭാഗമാകേണ്ടത്. പക്ഷേ ഒരാൾക്ക് പോലും ഡ്രൈവിംഗ് ടെസ്റ്റിനോ അല്ലെങ്കിൽ ലേണേഴ്സ് ടെസ്റ്റിനോ വിധേയനാകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോട്ടോർ വാഹന വകുപ്പ് ജീവനക്കാരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എത്ര പേരാണ് പങ്കെടുക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഒരു ലിസ്റ്റ് ഈ സാരഥി പോർട്ടൽ വഴിയാണ് ലഭിക്കേണ്ടത്. ഈ സാരഥി പോർട്ടൽ പണി മുടക്കിയതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ആദ്യഘട്ടത്തിൽ 11:30 സാരഥി പോർട്ടൽ പ്രവർത്തിക്കാൻ തുടങ്ങുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അപ്ഡേഷൻ അനുസരിച്ച് 1:30 വരെ ഈ സാരഥി പോർട്ടൽ പ്രവർത്തിക്കില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സാരഥി പോർട്ടൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഉച്ചയ്ക്ക് 1:30 വരെ, അതായത് 1:30 ആകും ഇത് പ്രവർത്തിക്കാൻ എന്നാണ് സാരഥി പോർട്ടലിൽ നിലവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ടെസ്റ്റും നിലവിൽ കോഴിക്കോട് പ്രതിസന്ധിയാകും. ആളുകൾ രാവിലെ 7 മണി മുതൽ കാത്തു നിൽക്കുകയാണ്. 7 മണിക്കാണ് ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റ് ആരംഭിക്കേണ്ടത്. ആ സമയം മുതൽ എത്തിയിരിക്കുന്ന ആളുകൾ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. ഉടൻ തന്നെ ഈ പ്രശ്നം പരിഹരിച്ച് ടെസ്റ്റിന് വിധേയനാകാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരും ഉള്ളത്. വേണു, ശരി. പോർട്ടൽ തകരാറിനെ തുടർന്ന് കൊച്ചിയിലും കോഴിക്കോടും ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ടെസ്റ്റും വൈകുന്നു. വിശദാംശങ്ങളാണ് രാഹുൽ സുരേഷും ശ്യാംകുമാറും അഖിൽ ഷാ അൻസാറും നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.